ഞങ്ങളുടെ വീട് അമ്പലത്തിൻ്റെ മെയിനായിട്ടൊരു അമ്പലമുണ്ട്. അപ്പം നടയിൽ തെക്കേതിൽ ഒരു അമ്പലത്തിന്റെ അവിടെ നടയിൽ പടിയിട്ടലും നടയിൽ തെക്കലും ഇവരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്ക് വടക്കാണ് വഴി പറയണം. അതായത് നേരെ കിഴക്കോട്ട് പോയിട്ട് പടിഞ്ഞാറോട്ട് പോകുന്നു പറയും. ഇതും തിരുവനന്തപുരത്ത് വന്നാൽ നേരെ പോയിട്ട് ഇടത്തോട്ട് പോകും, അവിടെ നിന്ന് പിന്നെ വലത്തോട്ട്. അങ്ങനെ നമ്മളിത് ദൂരം പറയുമ്പോഴേ ഇപ്പൊ നമ്മളിവിടുന്ന് നാഴികയല്ല ബസ്സിലുള്ള ദൂരം, നമ്മളിവിടുന്ന് 18 രൂപ പോയിന്റ് എന്ന് പറയും. അതായത് ബസ്സിൽ കയറിട്ട് 18 രൂപ കൊടുത്താൽ മതി. 18 രൂപ പോയിന്റേ ഉള്ളൂ. മോളെ കെട്ടിച്ചത് എവിടാന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടുന്ന് ഒരു 18 രൂപ പോയിന്റ് അങ്ങനെ പറയും. ഇവരുടെ വഴി വെച്ചാലും അങ്ങനെയാണ്. തെക്കോട്ട് പോയിട്ട് അവിടെ നിന്ന് കിഴക്കോട്ട് പോയി നേരെ പോവുക, അത് തെക്കോട്ട് പിടിക്കുക, അവിടെ നിന്ന് ഇടത്തോട്ട് പിടിച്ച് ഇവർക്ക് അവിടുത്തെ തെക്കും കിടക്കും, ഇവിടെ വന്ന് മനസ്സിലാവില്ല. പക്ഷേ ഞാൻ ട്രോണത്തൊന്ന് നേരെ വലത്തോട്ട് പോയിട്ട് നേരെ പോയിട്ട് ഇടത്തോട്ട് പോകും, അങ്ങനത്തെ ഒരു വഴിയുള്ളൂ. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചതാ, ഒരു ദിക്കാണ് പറയണത്. അങ്ങ് പടിഞ്ഞാറോട്ട് നേരെ പോയതെന്ന് പറയും. അവിടെ ഉള്ളവർക്ക് മനസ്സിലാവും, പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് തെക്കും വടക്കും മനസ്സിലാവും. വീട്ടുപേരും അങ്ങനെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ നേരത്തെ താമസിച്ചിട്ടുണ്ട് കാവിൻ്റെ വടക്കേത്, അമ്പലത്തിനൊരു കാവുണ്ടല്ലോ, കാവിൻ്റെ